ഹലോ ഹായ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ ബ്യൂട്ടിഫുൾ ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം രാവിലെ എണീക്കുമ്പോഴത്തേക്ക് തന്നെ ഞാൻ ഇപ്പോൾ ശീലിച്ചൊരു പുതിയൊരു കാര്യമാണ് കേട്ടോ. അതായത് നമ്മൾ രാവിലെ എണീറ്റ് ഒരു 3 മിനിറ്റ്സ് മതി, ഒരു ഹാർഡ്ലി 3 മിനിറ്റ്സ് മതി, നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ ഗ്രേറ്റ്ഫുൾ ആണെന്നുള്ളൊരു കാര്യം, ആ ഒരു തോട്ട് നമ്മുടെ ബ്രെയിനിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിലേക്ക് നമ്മൾ കൊണ്ടുവരിക എന്നുള്ളത്. നമ്മളെപ്പോഴും കഴിഞ്ഞ ദിവസം എന്നോട് നമ്മുടെ കോളേജിൽ ഒരു സാറ് വന്നിട്ടുണ്ടായിരുന്നു, ന്യൂറോളജിസ്റ്റ് ആയിരുന്നു. സാറ് പറഞ്ഞിരുന്നൊരു കാര്യമാണ്, നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് നമ്മുടെ മനസ്സിൽ നിന്നാണ് അല്ലേ. നമ്മൾ എന്തൊരു തീരുമാനം എടുക്കുന്നത് നമ്മുടെ മനസ്സിൽ കൂടുതൽ പേരും ചിന്തിക്കുന്നത് മനസ്സുകൊണ്ടാണ്. അല്ലെങ്കിൽ ഫസ്റ്റ് നമ്മുടെ തോട്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഇമോഷണലിയാണ് നമ്മൾ എന്ത് കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെയല്ല, നമ്മൾ ഇൻ്റലക്ച്വലി കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇമോഷണലി നമ്മളെ അഫക്റ്റ് ചെയ്യാണ്ടാവും. അതായത് സാറ് പറഞ്ഞ ഒരു തോട്ട് ഇതാണ്, എല്ലാ കാര്യങ്ങളും നമ്മൾ ചിന്തിക്കുമ്പം നമ്മുടെ ബ്രെയിനിൽ നിന്ന് അത് പ്രോസസ്സ് ചെയ്തിട്ട് വേണം നമ്മൾ അതിൻ്റെ ഫൈനലി എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ തീരുമാനം എടുക്കുക. അല്ലാണ്ട് ഒരിക്കലും നമ്മൾ പറയില്ല എപ്പോഴും ആ വൈകാരികമായിട്ട് ചിന്തിച്ച് ആ ഒരു സ്പോണ്ടേനിയസ് ആയിട്ട് ചില ഡിസിഷൻസ് നമ്മൾ എടുക്കരുത് എന്നുള്ളത്. ബ്രെയിനിൽ കൂടെ നമ്മൾ ചിന്തിച്ച് എടുക്കുന്ന ആ ഒരു തീരുമാനം കുറച്ചുകൂടെ ദൃഢമായിരിക്കും, കുറച്ചുകൂടെ സ്പഷ്ടമായിരിക്കും ദാൻ പെട്ടെന്ന് നമ്മൾ ആ ഒരു വൈകാരിക മൊമെൻറ്റിൽ നമ്മൾ പെട്ടെന്ന് ചിന്തിച്ച് മാനസികമായിട്ട് ചിന്തിച്ച് എടുക്കുന്ന തീരുമാനങ്ങളെ കാട്ടിയിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം എണീറ്റ് നമ്മൾ ചിന്തിക്കേണ്ടതും തോട്ട്ഫുള്ളായിട്ട് നമ്മൾ ആ ഡേ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ഇപ്പം ഞാൻ ചെയ്തിരിക്കുന്നത് അതൊരു കുറച്ച് ദിവസങ്ങളേ ആയുള്ളൂ. മേ ബി എൻ്റെ കഴിഞ്ഞ വ്ലോഗ് തൊട്ടാണ് ഞാനത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ആ ഒരു സമയം തൊട്ട് ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ്, രാവിലെ എണീറ്റിട്ട് ഒരു 3 മിനിറ്റ്സ് ഞാൻ ഒരു താങ്ക്സ് പറയുന്നുണ്ട്. അത് എന്തിനാണെന്ന് നമ്മൾ മെൻഷൻ ചെയ്യേണ്ട കാര്യമില്ല, നമ്മൾ തന്നെ കണ്ണടച്ച് നമ്മൾ മേ ബി സ്പിരിച്വലി അല്ലെങ്കിൽ അല്ലാണ്ട് നമ്മളടുത്ത് തന്നെ നമ്മൾ പറയാം, താങ്ക്സ് പറയാം. കാരണം ആ ഡേ നമുക്ക് തന്നതിന് ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ നമുക്ക് ആ ദിവസം ചെയ്യാനായിട്ടുള്ള. എല്ലാത്തിനും നമ്മൾ മുൻകൂട്ടി എന്താ പറയുക, ഗണപതിക്ക് മുൻകൂട്ടി ഒരു തേങ്ങ ഉടയ്ക്കണ പോലെ വിഘ്നങ്ങളൊന്നും വരാതിരിക്കാൻ നമ്മൾ ചെയ്യുന്നത് പോലെ ഒരു താങ്ക്സ് അങ്ങ് പറയാം. ഇന്നത്തെ കാര്യങ്ങളെല്ലാം നന്നായി നടക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇതുവരെ നടന്ന കാര്യങ്ങളോ അതൊന്നും നമ്മൾ സ്പെസിഫൈ ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് സേ താങ്ക് യു ആൻഡ് സേ ദാറ്റ് ഐ എം ഗ്രേറ്റ്ഫുൾ. ആൻഡ് ആ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്താലുണ്ടല്ലോ പല പ്രശ്നങ്ങളും ആ ദിവസം എല്ലാം പോസിറ്റീവായിട്ട് ഇരിക്കുമെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. ഒരുപാട് തടസ്സങ്ങൾ നമുക്ക് ഡെയിലി നമ്മുടെ ലൈഫിൽ വന്നുകൊണ്ടേയിരിക്കും, പക്ഷെ അതൊക്കെ തരണം ചെയ്യാനായിട്ട് നമുക്ക് സ്മൂത്തായിട്ട് പറ്റും കേട്ടോ. എനിക്ക് എപ്പോഴും ലൈഫിൽ വരുന്ന കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ വളരെ ഫ്രീ ആയിരിക്കും. പക്ഷെ ഞാൻ എൻഗേജ്ഡ് ആണ് അല്ലെങ്കിൽ തിരക്കാവുന്ന സമയത്ത് നമുക്ക് എവിടെ നിന്നില്ലാണ്ട് വർക്കുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതിൻ്റെ റിസർച്ച് ആയിക്കോട്ടെ, അക്കാഡമിക്കലി ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഡ്യൂട്ടീസ് ഉണ്ടെങ്കിൽ ഇതിലെല്ലാം കൂടെ, അല്ലെങ്കിൽ മോളുടെ എക്സാം ആയിക്കോട്ടെ, ഇതെല്ലാം കൂടെ ഒരുമിച്ചായിരിക്കും എനിക്ക് എപ്പോഴും വരിക. അത് കഴിഞ്ഞിട്ട് മേ ബി ഒരു 2-3 ഡേയ്സ് അല്ലെങ്കിൽ ഒരു 1 വീക്ക് ഞാൻ വളരെ ഫ്രീ ആയിട്ട് വളരെ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു സമയമുണ്ട്. അത് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ തിരക്ക് വരുന്നത് പോലെ തന്നെ ഈ തിരക്ക് എല്ലാം ചെയ്ത് നമുക്ക് കഴിഞ്ഞ് പോകുന്നല്ലോ എന്ന് ആലോചിക്കുമ്പോഴത്തേക്കും എന്നോട് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷവും റെസ്പെക്റ്റും തോന്നാറുണ്ട്. പല കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്കിത് ഈ ടൈം ഡെഡ് ലൈനിനുള്ളിൽ നമുക്ക് തീർക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ പലപ്പോഴും നമ്മൾ ചിന്തിക്കില്ലേ. പക്ഷേ ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഇങ്ങോട്ട് വന്നിട്ട് നമ്മളെ ആ ഒരു എന്താ പറയുക, മൾട്ടി ടാസ്കിങ് ഒക്കെ നമ്മൾ പറയില്ലേ, ഇറ്റ്സ് നോട്ട് ഈസി. നമ്മൾ പല കാര്യങ്ങളും മൾട്ടി ടാസ്കിങ് ചെയ്യേണ്ടി വരുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ട്. നമ്മൾ പറയും എപ്പോഴും 1 at a time എന്നൊക്കെ നമ്മൾ പറയുന്നെങ്കിലും ചില കാര്യങ്ങളിൽ നമ്മൾ അക്കാഡമിക്കലി ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ കരിയറിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ടാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ റെസ്പോൺസിബിലിറ്റീസ് ആണെങ്കിലും ഇതെല്ലാം ഒന്ന് കഴിഞ്ഞിട്ട് അടുത്തത് എന്ന് പറഞ്ഞു പോകുമ്പോഴത്തേക്കും നമ്മൾ ചിലപ്പോൾ സ്റ്റക്കപ്പായിട്ട് ഇരിക്കേണ്ട ചില സാഹചര്യങ്ങൾ വരും. അല്ലെങ്കിൽ നമ്മളൊന്ന് എന്താ പറയുക, ഒരു സമയത്തൊന്ന് ബ്ലാങ്ക് ആയി പോകും. ആ ഒരു ബ്ലാങ്ക്നെസ് നമ്മുടെ ലൈഫിൽ വരേണ്ട ഒരു കാര്യവും ഇല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ബ്ലാങ്ക്നെസ് അല്ലെങ്കിൽ ആ ഒരു ഒന്ന് സ്റ്റക്കപ്പായി ഇരിക്കുമ്പോഴത്തേക്കും നമുക്ക് നെഗറ്റീവ് തോട്ട്സ് വരാൻ ചാൻസസ് കൂടുതലാണ്. നമ്മൾ ചിന്തിക്കും, അയ്യോ എനിക്കത് പറ്റിയില്ലല്ലോ, അയ്യോ എനിക്കിത് പറ്റിയില്ലല്ലോ. അപ്പം ഞാൻ എപ്പോഴും ആലോചിക്കുന്നത് എനിക്ക് സ്വന്തമായിട്ട് ബിസി ആയിട്ടിരിക്കുന്നത് തന്നെയാണ് എപ്പോഴും ഇഷ്ടം. കാരണം അപ്പം നമുക്ക് വേറെ ഒരു തോട്ട്സും അല്ലെങ്കിൽ നമുക്കൊരു എന്താ പറയുക, ഒരു ഡിപ്രസീവ് ആയിട്ടുള്ളൊരു തോട്ട്സോ ഒരു കാര്യം നമ്മൾ വരില്ല. വെൻ വി ആർ ബിസി, നമുക്ക് സമയം തികയുന്നില്ലെങ്കിൽ അതാണ് ഏറ്റവും നല്ലൊരു ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു കാര്യം അല്ലെങ്കിൽ നല്ലൊരു ഒരു തോട്ട് എപ്പോഴും അങ്ങനെ തന്നെയാണ്. എപ്പോഴും നമ്മളെ ബിസി ആക്കി വെക്കുക എന്നുള്ളതാണ്. അങ്ങനെ കുറച്ച് ദിവസങ്ങളായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങൾ. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം വീഡിയോ ഇടാൻ പറ്റാത്തതിൻ്റെ എക്സ്ക്യൂസസ് അല്ല കേട്ടോ ഞാൻ പറഞ്ഞു വന്നത്, പക്ഷേ ഇതാണ് സത്യം എന്നുള്ളതൊക്കെ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ കുറച്ച് കുക്കിംഗ് വലിയ കാര്യമായിട്ടൊന്നുമില്ല, കാരണം എനിക്ക് മാത്രമുള്ള ഫുഡ് കൊണ്ടുപോയാൽ മതി, ഏട്ടന് ഉച്ചയ്ക്ക് ഉണ്ടാവില്ല, പിയക്കുള്ളതും മതി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വലിയ പൊട്ടിട്ട് എടുത്തിട്ട് എനിക്കത് മെഴുക്കുവരട്ടി ആക്കാം. പിയക്ക് ഏട്ടൻ്റെ സ്പെഷ്യൽ
പൊട്ടറ്റോ ഫ്രൈ ആണ് ഇഷ്ടം, ഭയങ്കര തിന്നായിട്ട് ക്രിസ്പി ആയിട്ടുള്ള പൊട്ടറ്റോ ഫ്രൈ ആണ് ഇഷ്ടം. അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കിയ ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഏട്ടൻ്റെ കരങ്ങളാണ് ആ കാണുന്നത്, ഏട്ടൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഹാഫ് പൊട്ടറ്റോ എടുത്തിട്ട് എനിക്കുള്ള കറിക്ക് വേണ്ടിയിട്ടുള്ള മെഴുക്കുരട്ടിക്കുള്ള കാര്യങ്ങളുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം ഇന്ന് രാവിലെ പിന്നെ വെച്ചത് എന്താണ്, പുട്ടായിരുന്നു കേട്ടോ. പുട്ടും പയറുകറിയാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അനദർ ഡേ ആസ് യൂഷ്വൽ അതിൻ്റെ തിക്നെസ്സൊക്കെ ഞാൻ വന്ന് എക്സാമിൻ ചെയ്യുകയാണ് കേട്ടോ. എനിക്കറിയില്ല, ഞാൻ എത്ര ചെയ്താലും ഇങ്ങനത്തെ ക്ലിയർ ആയിട്ടുള്ള സാധനങ്ങളൊന്നും വരില്ല. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു ചെറിയ പാട് കണ്ടു. ഇനി അത് വല്ല കേടാണോ അത് എക്സാമിൻ ചെയ്യാണ്. രാവിലെ ഞങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ചർച്ച ഇതാണ്. എൻ്റെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ടൈമാണിത് കേട്ടോ. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ അന്നത്തെ ഡേ അല്ലെങ്കിൽ എൻ്റെ റിസർച്ചിൻ്റെ വർക്കിനെ കുറിച്ചിട്ടാണെങ്കിലും കോളേജിൻ്റെ കാര്യങ്ങളാണെങ്കിലും നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ പുതിയ ഇന്നോവേറ്റീവായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ള ഒരു വളരെ ഹെൽത്തി ആയിട്ടൊരു ഡിസ്കഷനാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കിച്ചണിലുള്ള കാര്യങ്ങളൊന്നും ആയിരിക്കില്ല പറയുന്നത്, വേറെ ഇന്നത്തെ എന്തൊക്കെയാണ് ടാസ്ക്, ഏട്ടന് എന്തൊക്കെയാണ് കാര്യങ്ങൾ, എനിക്ക് എന്തൊക്കെയാണ് ചെയ്യാനുള്ളതെന്നുള്ള ഒരു ഹെൽത്തി ഡിസ്കഷനാണ് ആ സമയത്ത് ഉണ്ടാവുക. നമുക്കതിനൊരു കൗച്ചിൽ പോയി ഇരുന്ന് ചായയും കുടിച്ചിരുന്ന് സംസാരിക്കാൻ പറ്റാത്ത ചില സിറ്റുവേഷൻസ് ഉണ്ടാവും. മെയിൻലി ഞാൻ ഈ വർക്കിംഗ് ഡേയ്സിലൊന്നും എനിക്ക് അങ്ങനത്തെ ഒരു സ്പേസ് കിട്ടത്തില്ല. പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു സമയമാണ് ഒരു കപ്പ് ഓഫ് ടീ കൊണ്ട് ഇങ്ങനെ ഇരുന്ന് ഞാൻ ഏട്ടനും കൂടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ടൈം എനിക്ക് ഭയങ്കര എന്താ പറയുക പ്രഷ്യസ് ആണ്. ഇപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ പുറത്ത് പോയി ഭക്ഷണം കഴിക്കുക, പുറത്ത് പോയി ചായ കുടിക്കുക എന്നുള്ളതിനെ ഉപരിയായിട്ട് വീട്ടിൽ രണ്ടുപേരും കൂടെ ആ കൗച്ചിലിരുന്ന് ചായയൊക്കെ കുടിച്ച് ന്യൂസൊക്കെ കണ്ട് ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരിക്കുന്നത് എനിക്ക് ഭയങ്കര അങ്ങനെ എൻ്റെ ഒരു ഹാബിറ്റ് ആയിരുന്നില്ല അത്. പക്ഷേ എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പം ഓരോ ലൈഫിലും നമ്മുടെ ഓരോ സമയത്തും നമ്മുടെ ചേഞ്ചസ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ അപ്പം ചെറിയ സ്മോൾ ചേഞ്ചസ് മതി നമ്മുടെ ലൈഫിൽ വലിയ സന്തോഷങ്ങൾ തരാനായിട്ട്. അതിൽ നമ്മൾ ആദ്യം ചെയ്യാനുള്ളൊരു സിമ്പിളൊരു ടെക്നിക്ക് പറഞ്ഞു തരട്ടെ. എല്ലാവർക്കും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമാണല്ലേ, ഞാൻ ടയേർഡാണ് എന്നുള്ളത്, എനിക്ക് വയ്യ, ഞാൻ ടയേർഡാണ്, അയ്യോ എനിക്കിനി ഒന്നും വയ്യ എന്നുള്ളൊരു കാര്യം. പക്ഷെ അത് സ്വാഭാവികമാണ്. നമ്മുടെ ലൈഫിൽ നമുക്ക് ഭയങ്കരമായിട്ട് തളർച്ച തോന്നുന്ന ദിവസങ്ങളുണ്ടാവും, നമ്മൾ ഭയങ്കര ഡള്ളായിട്ടിരിക്കുന്ന ദിവസങ്ങളുണ്ടാവും. അപ്പോൾ നമ്മളത് അക്നോളജ് ചെയ്യുക തന്നെ വേണം. പക്ഷെ അത് പറയുന്നതിന് വേറൊരു രീതിയുണ്ട്. അതായത് നെഗറ്റീവായിട്ട് നമ്മളത് പറയേണ്ടത്. ഐ എം ടയർഡ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ നെഗറ്റീവ് തോട്ട് അല്ലേ. ആ സെയിം സാധനത്തിന് നമുക്ക് പറയാം ഐ നീഡ് സം റെസ്റ്റ്, ഐ വിൽ ബൗൺസ് ബാക്ക് അല്ലേ. അങ്ങനെ നമുക്ക് ചിന്തിച്ചൂടെ? അതായത് കുറച്ച് റെസ്റ്റ് എനിക്ക് ആവശ്യമാണ്, എൻ്റെ ബോഡിക്കും എൻ്റെ മെൻ്റൽ ഹെൽത്തിനും എനിക്ക് കുറച്ച് റെസ്റ്റിൻ്റെ ആവശ്യമുണ്ട്. പക്ഷേ അത് കഴിഞ്ഞിട്ട് മേ ബി ഞാനൊരു 2-3 മണിക്കൂർ കിടന്നുറങ്ങും, അല്ലെങ്കിൽ ഞാൻ ഇന്ന് കംപ്ലീറ്റ്ലി വേറെ ഒരു കാര്യവും ചെയ്യുന്നില്ല, വേറെ പ്രൊഡക്റ്റീവായിട്ടുള്ള ഒന്നും ചെയ്യുന്നില്ല, ഞാൻ വെറുതെ കിടന്ന് കുറച്ച് നേരം ഉറങ്ങുകയാണ്, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ളൊരു മൂവി കാണുകയാണ്, ദെൻ ഞാൻ ബാക്ക് ടു വർക്ക്, അല്ലെങ്കിൽ ഞാൻ തിരിച്ച് ബൗൺസ് ബാക്ക് ചെയ്യും എന്നുള്ളൊരു തോട്ട് നമുക്കുണ്ടെങ്കിൽ അതെന്ത് പോസിറ്റീവായിട്ടുള്ളൊരു ഇതാണ്. നമ്മൾ ബോഡിയിലോടോ അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിനോട് തന്നെ നമ്മൾ പറയാണ് ഓക്കെ ഐ അണ്ടർസ്റ്റാൻഡ്, എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലായി, പക്ഷേ ഓക്കെ ഞാനിപ്പോൾ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് ഐ വിൽ ബൗൺസ് ബാക്ക് എന്നുള്ളത്, രാദർ ദാൻ സേയിങ് ഐ എം ടയേർഡ്, എനിക്കൊന്നിനും വയ്യ എന്ന് പറയുന്നതിനെക്കാട്ടി. അപ്പോൾ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എപ്പോഴും നമ്മുടെ ലൈഫിൽ വല്ലാണ്ട് നെഗറ്റീവായിട്ട് തോന്നുന്ന സമയത്ത് ആ നെഗറ്റിവിറ്റി ഒരു പോസിറ്റീവ് തോട്ടിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് പോസിറ്റീവ്. അതൊരു നല്ലൊരു ചിന്തയല്ലേ? അത് നല്ലൊരു പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് കേട്ടോ. അതേപോലെ എനിക്ക് ഭയങ്കര എന്താ പറയുക, ബുദ്ധിമുട്ടായിട്ടിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ എനിക്ക് ചില സമയത്ത് നമ്മൾ ഭയങ്കര ബ്ലാങ്ക് ആവില്ലേ, അതായത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് വരുന്ന സമയത്ത് നമ്മൾ ഇതിപ്പോൾ എന്ത് തുടങ്ങും, എന്താദ്യം ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ കുറേ നേരം റീസൺലി ഇപ്പം ഞാൻ റിസർച്ചിൻ്റെ കുറച്ച് വർക്കുമായിട്ട് ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ഇരിക്കുമ്പോഴത്തേക്കും നമുക്ക് സത്യം പറഞ്ഞാൽ നട്ടപ്രാന്ത് വരും. ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യുക, ഒന്ന് മാറിയിട്ട് നമ്മൾ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് എൻഗേജ് ചെയ്യുക. അപ്പോൾ നമ്മൾ മൈൻഡിനൊന്ന് ഫ്രഷ്നപ്പ് ആക്കുകയാണ്. ലൈക്ക് നെക്സ്റ്റ് ഒരു കാര്യത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് മൈൻഡ് വീണ്ടും നമ്മളിൽ ബോർഡ് തുടക്കില്ലേ, ഫുൾ എഴുതി കഴിഞ്ഞിട്ട് നമ്മളൊന്ന് തുടച്ച് കഴിഞ്ഞിട്ട് വീണ്ടും എഴുതുമ്പോഴത്തേക്ക് നമുക്കൊരു ക്വിക്ക് സ്റ്റാർട്ട് കിട്ടില്ലേ, അതേപോലെ നമുക്ക് വീണ്ടും കുറച്ചുകൂടെ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നത്, എൻ്റെ മേ ബി എൻ്റെ കോളേജിൽ കൊണ്ടുവന്ന ബാഗ് ഒന്ന് ആ സ്പേസ് ഒന്ന് ക്ലീൻ ചെയ്യുക, ഡീക്ലട്ടർ ചെയ്യുക, അല്ലെങ്കിൽ എൻ്റെ വാർഡ്രോബിലെ ഒരു ഷെൽഫ് ഞാനൊന്ന് ക്ലീൻ ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് ഡീക്ലട്ടർ ചെയ്യുക, അല്ലെങ്കിൽ പഴയ സാധനങ്ങൾ എനിക്ക് വേണ്ട, ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നില്ല, അലമാരയിൽ ഇങ്ങനെ വെച്ചിരിക്കുന്ന സാധനങ്ങളാണെങ്കിൽ അത് ആർക്കെങ്കിലും എടുത്ത് കൊടുക്കുക. അപ്പം നമ്മൾക്കിവിടെ ആണെങ്കിൽ ചേച്ചിമാരൊക്കെ ക്ലീൻ ചെയ്യാൻ വരുന്ന ചേച്ചിമാരാണെങ്കിലും അല്ലെങ്കിൽ അവർ അത് എടുത്തുകൊണ്ട് പൊക്കോളും. കുറച്ച് ഡ്രസ്സസൊക്കെ ആണെങ്കിൽ പോലും അവർക്ക് യൂസ്ഫുൾ ആയിരിക്കും. അല്ലെങ്കിൽ പിയുടെ കുഞ്ഞ് ഡ്രസ്സസൊക്കെ ഉണ്ടാവുമല്ലോ, പെട്ടെന്ന് കുട്ടികൾ വളരുമല്ലോ, അപ്പോൾ അധികം ഇട്ടിട്ടുണ്ടാവാത്ത ഡ്രസ്സസ് ഉണ്ടാവും. അതൊക്കെ നമ്മളിങ്ങനെ കൂട്ടി
വെച്ചിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ അത് ആർക്കെങ്കിലും ഉപയോഗപ്പെടുന്നെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ എന്ന് വെച്ചിട്ട് നമ്മുടെ സ്പേസ് ഡീക്ലട്ടർ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്പേസാണ്. ഒരു ക്ലീൻ സ്പേസ് ഈസ് എ ബ്യൂട്ടിഫുൾ സ്പേസ് ടു ലിവ് ഇൻ അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുഞ്ഞു എന്ന് വെച്ചാൽ ഒരു ദിവസം മൊത്തം ഞാൻ വീട് ഫുൾ ചെയ്യാനല്ല, ചെറിയ ചെറിയ കാര്യങ്ങൾ, എൻ്റെ ബാഗ് ക്ലീൻ ചെയ്യുക, എൻ്റെ വാളറ്റ് ക്ലീൻ ചെയ്യുക, അല്ലെങ്കിൽ പഴയ പേപ്പറുകൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്ത് കളയുക, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡ് ഒന്ന് റിഫ്രഷ് ആവും. ദെൻ നമുക്ക് നമ്മുടെ ബാക്ക് ടു വർക്ക് എന്താണോ ചെയ്യുന്നത് അതിലേക്ക് പോകാൻ പറ്റും. അതേപോലെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ അന്നത്തെ ദിവസത്തെ കാര്യങ്ങൾ പറയാം കേട്ടോ. നമ്മൾ കോംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഞാൻ എപ്പോഴും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യവും ഞാൻ യൂഷ്വലി പറയാറുള്ളൊരു കാര്യമാണ്. എനിക്ക് കോംപ്ലിമെൻറ്റ്സ് കിട്ടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം നമ്മൾ നല്ലൊരു മേക്കപ്പ് ചെയ്ത് പുറത്ത് വന്ന് നല്ല രസസുന്ദരിയായിട്ടുണ്ടല്ലോ കാണാനെന്ന് പറഞ്ഞാൽ എനിക്ക് സന്തോഷമാണ്, വളരെ സന്തോഷമാണ്. ജെനുവിൻലി ഞാൻ പറയാണ്, ഒന്ന് പോവും അവിടെ നിന്നൊന്നുമല്ല, എനിക്ക് ശരിക്കും വളരെ സന്തോഷം തോന്നുന്നൊരു കാര്യമാണ്. അല്ലെങ്കിൽ ഞാനൊരു പുതിയൊരു ഹെയർ സ്റ്റൈൽ ട്രൈ ചെയ്തപ്പോഴത്തേക്ക് നല്ല രസമുണ്ട് ഇന്നത്തെ മുടി സ്റ്റൈൽ, അല്ലെങ്കിൽ ഇന്നത്തെ എൻ്റെ പുതിയ ഡ്രസ്സ് കൊള്ളാം, അല്ലെങ്കിൽ താൻ ഇന്ന് ആ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര പോസിറ്റീവായി എന്നുള്ള ആരെങ്കിലും നമ്മളോട് പറയുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ നമ്മൾ കാരണം ഒരാൾ പോസിറ്റീവ് ആവാൻ പറ്റുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ മുന്നോട്ട് വരുന്ന ഒരാളെ നോക്കി നമ്മൾ ചിരിക്കുകയാണ്, ഈവൻ ദോ ഒരു സ്ട്രേഞ്ചർ ആണെങ്കിൽ പോലും ഒരു ചിരി നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ല അല്ലേ. അപ്പോൾ നമുക്ക് മുന്നേ എതിരെ വരുന്ന ഒരാളെ കാണുമ്പോഴേക്കും നമ്മളൊരു ചെറിയ സ്മൈൽ, അല്ലെങ്കിൽ അവിടെ ഒരു കമ്പ് കിടക്കുന്നുണ്ടെങ്കിൽ ചേട്ടാ സൂക്ഷിച്ച് നടക്കുക അവിടെ ഒരു കമ്പുണ്ട്, അല്ലെങ്കിൽ ചേച്ചി സൂക്ഷിച്ച് നടക്കുക അവിടെ ഒരു കുഴിയുണ്ട് എന്ന് പറയുന്നതും, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ, ഈവൻ ഇഫ് ഇറ്റ് ഇസ് എ സ്ട്രേഞ്ചർ, നമ്മളൊരു ചെറിയ മാനറിസം അവരുടെ അടുത്ത് കാണിക്കുക, ദറ്റ് വി റെസ്പെക്ട് ദം, അല്ലെങ്കിൽ നമ്മൾ അവരെ കൺസിഡർ ചെയ്യുന്നുണ്ട് ആസ് എ ഹ്യൂമൻ ബീങ് എന്നുള്ളത് കാണിച്ചു കൊടുക്കുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു തോട്ടാണ് കേട്ടോ. കോംപ്ലിമെൻറ്റ് ചെയ്യാം, ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം ചിലപ്പം. അല്ലെങ്കിൽ ഒരു കറി കൊണ്ടുവരുന്ന, നമ്മുടെ സുഹൃത്ത് കൊണ്ടുവരുന്ന ഒരു കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ അമ്മ ഉണ്ടാക്കിയ കറി നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയാം. നമ്മൾ ക്യാൻറ്റീനിൽ പോയി കഴിക്കുന്ന ചേട്ടൻ്റെ അടുത്ത് ചേട്ടാ ഈ കറി സൂപ്പറായിട്ടുണ്ട് എന്ന് പറയാം. അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ കറികൾ നമുക്കും അങ്ങനെയല്ലേ, നമ്മൾ ചെയ്യുന്ന സാധനങ്ങൾ വേറെ ഒരാൾ കോംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ഒരു സന്തോഷം കിട്ടുന്നത് പോലെ തന്നെയാണ് നമ്മൾ ബാക്കിയുള്ളവരെയും കോംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇന്ന് ഇത്രത്തേക്ക് മതിയല്ലേ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നപ്പോഴത്തേക്കും നമ്മുടെ കറികളും റെഡിയായി, പുട്ട് റെഡിയായി, പയറുകറി റെഡിയായി, എൻ്റെ പൊട്ടറ്റോ, ഇത് പിയുടെ പൊട്ടറ്റോ ഫ്രൈ ആണ് കേട്ടോ. അത് എണ്ണ തോരാൻ വേണ്ടിയിട്ടാണ് ഏട്ടൻ ഇങ്ങനെ ഒരു സൈഡിലേക്ക് വെച്ചിരിക്കുന്നത്. ഭയങ്കര ട്രിക്കിയാണ് ഏട്ടൻ. ആ സമയം കൊണ്ട് ഞാൻ കുറച്ചത്തെ എല്ലാ ഫുഡും റെഡിയായി, ഏട്ടൻ പാക്ക് ചെയ്യുന്ന സമയം കൊണ്ട് ഞാൻ കുറച്ച് എണ്ണയൊക്കെ തേച്ച് കുളിക്കാനുള്ള പ്ലാനാണ് കേട്ടോ. അപ്പം വളരെ കാര്യമായിട്ട് എണ്ണയൊക്കെ തേച്ച് അങ്ങോട്ട് എന്താ പറയുക, സമാധാനമായിട്ട് പോകാനുള്ള സമയമൊന്നുമില്ല. പെട്ടെന്നൊരു ഷടപട എണ്ണ തേച്ച് കുളിച്ച് പോയി റെഡിയായി ഞാൻ പോവാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നൊരു സർപ്രൈസ് ഉണ്ട് നമ്മുടെ വ്ളോഗിൽ, അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അതേ സെറ്റായി. ഞാൻ അത്യാവശ്യം എനിക്കിഷ്ടമാണ് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത്യാവശ്യം പ്രസൻറ്റബിളായിട്ടിരിക്കാനും എനിക്കിഷ്ടമാണ്. ഈവൻ മേക്കപ്പ് ചെയ്തില്ലെങ്കിലും ഫുൾ കോൺഫിഡൻസോട്ട് പോകാനുള്ള ഒരു ധൈര്യവും എനിക്കുണ്ട്. പക്ഷേ എനിക്ക് മേക്കപ്പ് ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പോൾ ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്യുന്നതിന് തെറ്റില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് രാവിലെ ഞാൻ അത്യാവശ്യം കുറച്ച് റെഡിയൊക്കെ ആയി ദേ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ട്വിസ്റ്റ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ വരുന്നുണ്ട്. അപ്പോൾ ഇത് വൈകുന്നേരമാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരം ഇന്ന് കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ എന്നെ കൂട്ടാൻ ഏട്ടനുണ്ട്. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ ഏട്ടൻ ഇന്ന് അവിടെ വരേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ കൂടെ അല്ല വന്നത്, മോളെയൊക്കെ വിട്ടതിന് ശേഷമാണ് ഏട്ടൻ വന്നത്. അപ്പം അമ്മയ്ക്ക് ഇന്ന് രാവിലെ അമ്പലത്തിൽ പോകണമായിരുന്നു. അപ്പോൾ അമ്മേനെ ഏൽപ്പിച്ചിട്ട് പോകാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അമ്മ അമ്പലത്തിൽ പോയി പെട്ടെന്ന് ഒരു 6 ആക്കിയപ്പോഴത്തേക്കും വന്നു. ആ സമയത്ത് ഏട്ടൻ അമ്മയുടെ അടുത്തേക്ക് പിയനെ റെഡിയാക്കിക്കൊണ്ട് ആക്കിയതിന് ശേഷം ഏട്ടൻ രാവിലത്തെ ട്രെയിനിൽ, അതായത് ഞാൻ പോയതിന് ശേഷമുള്ള ട്രെയിനിലേക്കാണ് കയറി വന്നത്. ഏട്ടൻ അവിടെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വൈകിട്ടപ്പം ഞാൻ പറഞ്ഞാൽ പിന്നെ നമുക്ക് ഒരുമിച്ച് പോകാം, വന്ദേ ഭാരതിൽ നിന്ന് പോകാം എന്ന് വിചാരിച്ചു. എനിക്ക് തോന്നുന്നു ഏട്ടൻ ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു വന്ദേ ഭാരതിൽ പോകുന്നത്. ഞാൻ 2-3 പ്രാവശ്യം പോയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുണ്ട്. നമ്മുടെ ടൈം ഒരുപാട് നമുക്ക് എന്താ പറയുക, ഒരുപാട് സമയം കളയാണ്ട് പെട്ടെന്ന് നമ്മൾ എത്തുന്ന പോലെ തോന്നും. ഇതിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഉറങ്ങുന്നു വേണ്ട, അപ്പോഴത്തേക്കും തന്നെ നമ്മൾ എത്തുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവിടെ ചായയും സ്നാക്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് എത്തുമ്പോഴേക്കും നമ്മൾ ആ ഒരു ടൈം ആവും. പിന്നെ വളരെ കംഫർട്ടബിൾ ട്രാവലിംഗ് ആണ്. അപ്പം ഡെയിലി ബേസിസിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ഒരു ട്രെയിനിൽ ട്രാവൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എല്ലാ ദിവസവും നമുക്ക് ഇങ്ങനെയൊക്കെ പോകാൻ പറ്റിയിരുന്നെങ്കിൽ നമ്മുടെ ഈ ഹെക്റ്റിക് ആയിട്ടുള്ളൊരു ഷെഡ്യൂള് കുറച്ചുകൂടി ഒന്ന് എന്താ പറയുക, നമുക്കൊന്ന് ടയറിങ് ആവാണ്ട് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ അതെ ഞാനും ഏട്ടനും കൂടി ഇരിക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ പറയണം, നല്ല രസമാണ്, നമ്മൾ അറിയില്ല അങ്ങനെ ഇങ്ങനെ. അപ്പോൾ ഏട്ടനും പറയുന്നുണ്ടായിരുന്നു, നമ്മൾ ഈ വലിയ ബെൻസിലൊക്കെ ട്രാവൽ ചെയ്യില്ല, അപ്പം നമുക്ക് ഈ ഭയങ്കര ഒരു റോഡിൽ കൂടെ പോകുമ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ മൂവ് ചെയ്യുന്നതെന്ന് അറിയില്ല, അതേപോലത്തെ ഒരു ഫീലിംഗ് ആണ്. കാരണം എന്നും നോർമൽ ട്രെയിൻസിലും വന്നിട്ട് നമ്മൾ വന്ദേ ഭാരതിൽ വരുമ്പോഴത്തേക്ക് ആ ഒരു ഡിഫറൻസ് നന്നായിട്ട് മനസ്സിലാക്കാം.
അപ്പോൾ ദേ ഈ മസാല ചായ എനിക്കറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിതൊരു ഒരു അഡിക്റ്റാണ്. പക്ഷേ അഡിക്ഷൻ എന്ന് പറയണമെങ്കിൽ നമ്മൾ എന്നും അത് കഴിക്കണമല്ലോ. ഞാനിത് വന്ദേ ഭാരതി കയറുമ്പോൾ മാത്രമേ കഴിക്കാറുള്ളൂ. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതെന്തുകൊണ്ടാണ് എനിക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് പെപ്പറുണ്ട്, പിന്നെ കാർഡമനുണ്ട്, ജിഞ്ചറുണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. എന്താ ഒരു കഷായ ചായ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ എനിക്ക് കിട്ടിയിരുന്നത് കോഫിയായിരുന്നു. പക്ഷേ ഞാൻ അത് മാറ്റി നമ്മുടെ എന്താണ് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല സർവീസിന് വരുന്ന ആളോട് പറഞ്ഞു എനിക്ക് ഇത് തന്നെ വേണമെന്ന് പറഞ്ഞാൽ ആൾ കൊണ്ട് തന്നെയാണ് കേട്ടോ. താങ്ക് യു ഫോർ ദാറ്റ്. അപ്പോൾ ഞാനത് കഴിഞ്ഞിട്ട് അത് കുടിച്ചു. സുഖമാണ് കേട്ടോ. കാരണം നമുക്ക് തൊണ്ടയ്ക്ക് എന്തെങ്കിലും ഒരു ടയർഡ്നെസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വയ്യായ്മ ഉണ്ടെങ്കിലും, പ്രത്യേകിച്ചും മ്യൂസിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്ഥിരം പണിയെടുത്തുകൊണ്ടിരിക്കുന്ന തൊണ്ടയാണല്ലോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എന്തെങ്കിലും ഒരു ഇറിറ്റേഷൻ ഉണ്ടെങ്കിൽ ഇത് കുടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഡിഫറൻസ് ഫീൽ ചെയ്യാറുണ്ട്. ഇത് ഹെൽത്തി ആണോ എന്നുള്ളതൊന്നും എനിക്കറിയത്തില്ല. കാരണം ഡെയിലി ബേസിസ് നമ്മൾ കുടിക്കുന്നില്ല. ഇത് ഇൻസ്റ്റൻറ്റ് ചായ മിക്സ് ആണല്ലോ. എന്താണെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഏട്ടന് വലിയ ഇഷ്ടമൊന്നും ആയിട്ടില്ല. ഈ അധികം മസാലകളൊന്നും ആൾക്ക് വലിയ താല്പര്യമില്ല. പക്ഷേ എനിക്ക് മസാല ചായ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ആണ് എൻ്റെ ഫ്രണ്ട്, അയ്യോ അത് ഞാൻ ഷൂട്ട് ചെയ്യാൻ മറന്നുപോയി കേട്ടോ. അതായത് എൻ്റെ ഫ്രണ്ടിനെ കണ്ടിട്ടുണ്ടായിരുന്നു, റെഹന. ഞങ്ങൾ സ്കൂൾ ടൈമിൽ ഒരുമിച്ചുണ്ടായിരുന്നതാണ്. ആളിപ്പോൾ ഡോക്ടറാണ് കേട്ടോ. അപ്പോൾ ഇപ്പം MD ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം എൻ്റെ തൊട്ട് ഫ്രണ്ടിലത്തെ സീറ്റിൽ തന്നെ റെഹനയുടെ അമ്മ, അതേപോലെ മോനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം മോൻ നല്ല മിടുക്കനാണ് കേട്ടോ. നല്ല സംസാരവും ബഹളമൊക്കെ ആയിരുന്നു. അപ്പം അവൻ്റെ അടുത്തും കുറച്ച് നേരം സംസാരിക്കുകയൊക്കെ ചെയ്ത് കുറേ കാലം കഴിഞ്ഞ് എൻ്റെ ഫ്രണ്ടിനെ കണ്ടതിൻ്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് ഏട്ടൻ ഞാൻ മതി എന്ന് പറഞ്ഞപ്പോൾ ഏട്ടൻ ഇങ്ങനെ തലയും കുലുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നില്ല, ഡമ്മീനെ പോലെ. അപ്പോൾ എന്തായാലും അതൊക്കെ കഴിഞ്ഞ് നമ്മൾ എത്തിയിരിക്കുന്നത് മെട്രോ സ്റ്റേഷനിലാണ് കേട്ടോ. സംഭവം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ പോയത് തൃപ്പൂണിത്തുറയിൽ നിന്നും ഇറങ്ങിയത് നമ്മുടെ സൗത്തിലും ആയിരുന്നു. എറണാകുളം സൗത്തിലാണല്ലോ വന്ദേ ഭാരത് നിൽക്കുക. അപ്പോൾ പിന്നെ എനിക്ക് ഏട്ടൻ പറഞ്ഞു തരികയാണ് എങ്ങനെ മെട്രോ കയറി ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണം. എനിക്കാണെങ്കിൽ സ്ഥലബോധം എന്ന് പറഞ്ഞാൽ എനിക്കില്ല. ട്രെയിനിൽ പോകും ഞാൻ എവിടെ വേണമെങ്കിലും. പക്ഷേ ഈ മെട്രോയിൽ കയറി, ഈ മെട്രോ ട്രെയിനിൽ കയറി ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണമെങ്കിൽ എവിടെ കയറണം എന്നൊക്കെയുള്ള കുറച്ച് കൺഫ്യൂഷൻസ്, തുടക്കത്തിലുള്ള കുറച്ച് കൺഫ്യൂഷൻസ് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഏട്ടൻ പറഞ്ഞു തരാണ്. ഇനി ഇവിടുന്ന് പോയാൽ നിനക്ക് അങ്ങോട്ട് പോകും, അപ്പോൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് തന്നു. അങ്ങനെ ട്രെയിനിൽ മെട്രോയിൽ കയറി ഞങ്ങൾ തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് അവിടുത്തെ മെട്രോയിൽ ഇറങ്ങി അവിടുത്തെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പോയി നമ്മുടെ കാറും എടുത്തിട്ട് വേണം വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ സാരില്ല, ഏകദേശം നമ്മൾ എത്തുന്ന സമയത്ത് തന്നെ എത്തും. കാരണം 7 മണിയായപ്പോഴത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ. അങ്ങനത്തെ തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ നമ്മുടെ ആതിര ടീച്ചറില്ലേ, നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കുമല്ലോ. ആതിര ടീച്ചർ എന്നോട് എപ്പോഴും പറയും, മിസ്സേ അവിടെ പോയി കാണണം, നല്ല രസമാണ്, നമ്മുടെ കലകളെയൊക്കെ നന്നായിട്ടാണ് അവർ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളത്. അപ്പം പെട്ടെന്ന് ഇങ്ങനെ ക്രോസ് ചെയ്തപ്പോഴത്തേക്കാണ് ഈ റൂം കണ്ടത്. എൻ്റെ പൊന്നോ, എന്ത് രസമായിട്ടാണെന്നറിയോ ഈ ഓരോ ഫേസസും ചെയ്തിരിക്കുന്നത്. നമുക്ക് ശരിക്കും ഇത് ഒരാളാണോ, ജീവനുള്ള ഒരാളാണോ നമുക്ക് തോന്നും കേട്ടോ. അപ്പം ഓട്ടം തുള്ളൽ, മോഹിനിയാട്ടം, കഥകളി, കുച്ചിപ്പുടി, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വേഷങ്ങൾ നല്ല വൃത്തിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഓരോ കലകളും ഒന്നുകൂടെ ഒന്ന് പരിചയപ്പെടാം. അതേപോലെ തന്നെ ആ ഫേസും ആ കണ്ണും ഒക്കെ ഉണ്ടല്ലോ, ശരിക്കും ജീവനുള്ള ഒരാൾ നിൽക്കുന്ന പോലെ തന്നെയാണ് തോന്നുന്നത്. ഇത് ചെയ്തിരിക്കുന്ന ആരാണെങ്കിലും ഹാറ്റ്സ് ഓഫ് ടു ദം. അപ്പോൾ അത്രയുള്ള നമ്മുടെ വീഡിയോ. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോയി. ബൈ.